ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. Tubular reabsorption is the process by which water and other wanted substances are taken back into the blood from renal tubules. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിനകത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത്. അതിനെ തിരിച്ച് ബോഡിയിലേക്ക് തന്നെ വലിച്ചെടുക്കുന്നതിനെയാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ എന്നുള്ള ടേമും റീഅബ്സോർപ്ഷൻ എന്നുള്ള ടേമും തമ്മിൽ വ്യത്യാസമുണ്ട്. എബ്സോർപ്ഷൻ കൂടുതലും നടക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്താണ്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിനകത്തുള്ള ന്യൂട്രിയൻസിനെല്ലാം ബോഡി ആദ്യമായിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്, അല്ലേ? നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്തുള്ള മെറ്റീരിയൽസ് അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ആ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്നും ബ്ലഡിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് അബ്സോർപ്ഷൻ. ഇപ്പം ഇത് ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനം അത് ഈ ഇതിൻ്റെ സമയത്ത് ഫിൽട്രേഷൻ്റെ സമയത്ത് ബ്ലഡിൽ നിന്നും ബോമൻസ് ക്യാപ്സ്യൂളിലേക്ക് വന്നു. അത് യൂറിനിൽ കൂടെ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആ സാധനങ്ങളെ തിരിച്ച് ബോഡിയിലേക്ക് തന്നെ വലിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് പ്രോസസ് ബൈ വിച്ച് വാട്ടർ ആൻഡ് അതർ വാണ്ടഡ് സബ്സ്റ്റൻസസ് ആർ ടേക്കൺ ബാക്ക് ഇൻ ടു ദി ബ്ലഡ് ഫ്രം റീനൽ ട്യൂബ്യൂൾസ്. അപ്പോൾ അതിന് കുറേ സാധനങ്ങൾ ഇതിൽ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് സോഡിയം, ദെൻ ഗ്ലൂക്കോസ്, ബൈകാർബണേറ്റ് ആൻഡ് വാട്ടർ. ഈ 4 റീഅബ്സോർപ്ഷനാണ് നമ്മൾ കൂടുതലും ഇവിടെ പഠിക്കുന്നത്. ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഈസ് എ സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ പ്രോസസ് as the renal tubules selectively reabsorb the substances present in the glomerular filtrate according to the needs of the body. ഇപ്പം ഞാൻ പറഞ്ഞു ആവശ്യമുള്ള സാധനങ്ങളെയാണ് റീഅബ്സോർബ് ചെയ്യുന്നതെന്ന്. ഇനി അതിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഭയങ്കരമായിട്ട് വലിച്ചുവാരി എടുക്കുകയൊന്നുമില്ല. ആവശ്യത്തിനനുസരിച്ച് അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ബ്ലഡിനകത്ത് അത്യാവശ്യം ഉണ്ട്, അതിലേക്ക് ഒരു ഇത്തിരിയും കൂടി ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിനെ മാത്രം അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ളതിനെ മുഴുവൻ യൂറിനിൽ കൂടെ തന്നെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ ആവശ്യത്തിനനുസരിച്ച് മെറ്റീരിയൽസിനെ റീഅബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, and there are 2 transport mechanisms through which the materials are reabsorbed. നമ്മൾ ഇതിനെപ്പറ്റി മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസ്പോർട്ട് അക്രോസ് ദി സെൽ മെംബ്രെയിൻസ് എന്നുള്ള ടോപ്പിക്കിൽ പഠിച്ച കാര്യമാണ്. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. The 2 transport mechanisms are active reabsorption and passive reabsorption. ഇങ്ങനെ 2 രീതിയിലാണ് റീഅബ്സോർപ്ഷൻ നടത്തുന്നത്. ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ ഇറ്റ് ഈസ് ദി എഗെയിൻസ്റ്റ് ദി ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് വിത്ത് ദി യൂട്ടിലൈസേഷൻ ഓഫ് എനർജി. നമുക്കറിയാം സോഡിയം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ബൈകാർബണേറ്റ്സ് ഒക്കെ ആക്റ്റീവ് റീഅബ്സോർപ്ഷനിൽ കൂടിയാണ്, അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കൂടിയാണ്. And passive reabsorption is along the concentration gradient, that is from a region of higher concentration to a region of lower concentration. കൂടുതലായിട്ടും ക്ലോറൈഡ് അയോൺസ്, യൂറിയ ആൻഡ് വാട്ടർ, ഇത് 3ഉമാണ് അങ്ങനെ പാസീവ് മെത്തേഡിൽ കൂടെ റീഅബ്സോർപ്ഷൻ നടത്തുന്നത്. ദെൻ ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ റിക്വയേഴ്സ് കാരിയർ പ്രോട്ടീൻസ്, അല്ലേ? ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയേഴ്സ് കാരിയർ പ്രോട്ടീൻസ്. 3 കാരിയർ പ്രോട്ടീൻസ് ആണ്. Symporter that carries 2 or more substances in the same direction, then antiporter that carries 2 or more substances in the opposite direction, and uniporter that carries 1 substance in 1 direction. അപ്പോൾ ഇതാണ് കാരിയർ പ്രോട്ടീൻസ്. ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് മെക്കാനിസംസിൽ പഠിച്ചതാണ്. സെയിം കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി ഇതിന് പുറമെ ഇപ്പോൾ നമ്മൾ നമ്മൾ പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ആണ്. ഇനി ഏതൊക്കെ രീതിയിലാണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്? ഓക്കെ, ഏതൊക്കെ ഭാഗങ്ങളിൽ കൂടെയാണ്? സെല്ലിൻ്റെ അകത്ത് കൂടെയാണോ, സെല്ലിൻ്റെ പുറത്ത് കൂടെയാണോ, അങ്ങനെയുള്ള അതിൻ്റെ റൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട്. ഇപ്പോൾ 2 റൂട്ട്സ് ഓഫ് ട്രാൻസ്പോർട്ടാണുള്ളത്. ദേ ആർ ട്രാൻസ് സെല്ലുലർ റൂട്ട് ത്രൂ ദി സെൽ, അതായത് സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോകുന്നതാണ് ട്രാൻസ് സെല്ലുലർ റൂട്ട്, ആൻഡ് പാരാസെല്ലുലർ റൂട്ട് ത്രൂ ദി ഇൻറ്റർ സെല്ലുലാർ സ്പേസ്. 2 സെൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് കൂടെ പോകുന്നതാണ് പാരാസെല്ലുലർ റൂട്ട്. അപ്പോൾ ട്രാൻസ് സെല്ലുലർ കൂടുതലും
ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് വരുന്നത്, കൂടുതലും ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. പാരാസെല്ലുലർ എന്ന് പറയുന്നത് കൂടുതലും പാസീവ് ട്രാൻസ്പോർട്ടാണ്. വാട്ടറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ സെൽസിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് മറ്റു മെറ്റീരിയൽസുമാണ്. ഇതാണ് റൂട്ട്സ് ഓഫ് റീഅബ്സോർപ്ഷൻ. അപ്പോൾ ഈ പിക്ചർ കാണിച്ചിരിക്കുന്ന ആ റൂട്ട്സിനെ ആണ്. അതിൽ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ കളറിലും രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് റെഡ് കളറിൽ വരുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ബ്ലൂ കളറിലുള്ളത് പാസീവ് ട്രാൻസ്പോർട്ടുമാണ്. അപ്പോൾ ഇതിൽ ഈ സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ് ട്രാൻസ് സെല്ലുലർ റൂട്ട്. രണ്ട് സെൽസിൻ്റെ ഇടയിലുള്ള സ്പേസിൽ കൂടെ പോകുന്നതാണ് പാരാസെല്ലുലർ റൂട്ട്. ഓക്കെ, ഇതാണ് രണ്ട് റൂട്ട്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം. അപ്പോൾ സോഡിയം രണ്ട് രീതിയിൽ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. along with other substances like glucose and amino acids by symport in other segments of the renal tubule. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെയും അമിനോ ആസിഡ്സിൻ്റെയും കൂടെ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ രീതിയിൽ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇൻ എക്സ്ചേഞ്ച് വിത്ത് ഹൈഡ്രജൻ അയോൺസ് ത്രൂ ആൻറ്റിപോർട്ടിൻ PCT. അപ്പോൾ ഹൈഡ്രജൻ അയോൺസിന് ആ യൂറിനിലേക്ക് കൊടുത്തിട്ട് അതിനകത്തുള്ള സോഡിയം അയോൺസിനെ അകത്തേക്ക് എടുക്കുന്നത് ആൻറ്റിപോർട്ട് മെക്കാനിസത്തിൽ കൂടെയും റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫെർദർ പാർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് PCTയിൽ വെച്ചിട്ടാണ് ഒരു 65 to 70% റീഅബ്സോർപ്ഷനും നടക്കുന്നത്. ഓക്കെ, PCTയിലാണ് മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. അത് വാട്ടറിൻ്റെ ആണെങ്കിലും സൊല്യൂട്ട്സിൻ്റെ ആണെങ്കിലും ഒക്കെ മാക്സിമം റീഅബ്സോർപ്ഷൻ PCTയിൽ നടക്കുന്നു. ബാക്കി ഭാഗങ്ങളിലാണ് റിമൈനിങ് റീഅബ്സോർപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. സെക്രീഷനും PCTയിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ സെക്രീഷൻ കൂടുതലും മറ്റു ഭാഗങ്ങളിൽ ഡിസെൻഡിങ് ലിംബ്, അതേപോലെ തന്നെ എസെൻഡിങ് ലിംബ്, ഡിസെൻഡിങ്ങിലില്ല എസെൻഡിങ് ലിംബ്, DCT, കളക്റ്റിംഗ് ട്യൂബ്യൂൾ, അവിടെയൊക്കെയാണ് കൂടുതലും സെക്രീഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ PCTയിൽ നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളിലാണ്. എനിവേ മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത് PCTയിലാണ്. ഓക്കെ, സോ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ഈസ് ഇൻ 2 ways. either through symport mechanism or through antiport mechanism. Symport ആണെങ്കിൽ along with glucose, amino acids etc. and antiport ആണെങ്കിൽ with in exchange with hydrogen ions. അപ്പോൾ ഈ പിക്ചറിൽ ആ സെയിം കാര്യം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് ഈ കാണിച്ചത് ആൻറ്റിപോർട്ട് മെക്കാനിസത്തിൽ കൂടിയാണ്. സോഡിയം സെല്ലിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒന്നുകിൽ കാൽഷ്യം അല്ലെങ്കിൽ H+ അയോൺസ് പുറത്തേക്ക് പോകുന്നു. കൂടുതലും H+ ആണ്. റീഅബ്സോർപ്ഷൻ പാർട്ടൊക്കെ വരുമ്പോൾ H+ ആണ് കൂടുതലും വരുന്നത്. ദെൻ ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സിൻ്റെ കേസാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെയും അമിനോ ആസിഡിൻ്റെയും കൂടെ സോഡിയം അകത്തേക്ക് കയറി വരുന്നു ത്രൂ സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അത് തന്നെ വീണ്ടും ഒന്നും കൂടിയും കാണിച്ചതാണ്. ഗ്ലൂക്കോസിൻ്റെ കൂടെ കയറിപ്പോകുന്നതും H+നെ പുറത്തേക്ക് തള്ളിയിട്ട് സോഡിയം അകത്തേക്ക് കയറിപ്പോകുന്നതും. ഓക്കെ, ഇതാണ് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം. അപ്പോൾ നെക്സ്റ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ അതിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. Glucose reabsorption takes place along with sodium through secondary active transport and is completely reabsorbed in the PCT. PCTയിൽ വെച്ചിട്ടാണ് ഗ്ലൂക്കോസിൻ്റെ റീഅബ്സോർപ്ഷൻ മുഴുവനായിട്ടും നടക്കുന്നത്. വേറെ എവിടെയും ആ ട്യൂബ്യൂൾ പോർഷനിൽ വേറെ എവിടെയും ഗ്ലൂക്കോസിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കില്ല. നടക്കുകയാണെങ്കിൽ അത് PCTയിൽ മാത്രമാണ് നടക്കുന്നത്. പക്ഷേ ഗ്ലൂക്കോസ് റീഅബ്സോർപ്ഷന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ആദ്യം വരുന്ന ഒരെണ്ണമാണ് റീനൽ ത്രെഷ്ഹോൾഡ് ഓഫ് ഗ്ലൂക്കോസ്. It is the plasma concentration of glucose above which kidney starts to remove glucose through urine. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡയബറ്റിക് പേഷ്യൻസിൽ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് അവരുടെ യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ അംശം കാണാം എന്നുള്ളത് അല്ലേ. അതാണ് ഒരു ഇൻഡിക്കേഷൻ, ഫസ്റ്റ് ഇൻഡിക്കേഷൻ. യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ട് എന്നുള്ളത് ആണ് ഒരു ഡയബറ്റിക് പേഷ്യൻ്റെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതാണ് ഈ റീനൽ ത്രെഷ്ഹോൾഡ് ഓഫ് ഗ്ലൂക്കോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്ലഡിൽ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ യൂറിനിൽ കൂടെ പോകുന്ന ആ ഗ്ലൂക്കോസിനെ മാക്സിമം നമ്മുടെ ബോഡിയിലേക്ക് തന്നെ വലിച്ചെടുക്കും. ഫിൽട്രേറ്റിനകത്തുള്ള ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിനകത്തുള്ള ഗ്ലൂക്കോസിനെ മുഴുവനായിട്ടും നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചെടുക്കും. പക്ഷേ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത് ഒരു ബോർഡർ ലൈനിലോ അല്ലെങ്കിൽ എക്സസോ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റ് വരെ മാത്രമേ അതിനെ അബ്സോർബ് ചെയ്യുള്ളൂ. അതിൽ കൂടുതലുള്ളതിനെയൊക്കെ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. അതാണ് റീനൽ ത്രെഷ്ഹോൾഡ് ഓഫ് ഗ്ലൂക്കോസ്.
അതായത് ഇപ്പോൾ ഇതിൻ്റെ നോർമൽ വാല്യൂ 180 mg/dL എന്ന് പറഞ്ഞു. അപ്പോൾ 100 ml ബ്ലഡ് എടുക്കുമ്പോൾ അതിനകത്തൊരു മാക്സിമം 180 mg വരെ അവർക്ക് ഗ്ലൂക്കോസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ കൂടുതലാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്നുണ്ടെങ്കിൽ ആ എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ യൂറിനിൽ കൂടെ എലിമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് റീനൽ ത്രെഷോൾഡ്, ദ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് എബവ് വിച്ച് കിഡ്നി സ്റ്റാർട്ട്സ് ടു റിമൂവ് ഗ്ലൂക്കോസ് ത്രൂ യൂറിൻ. അപ്പോൾ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 180 mg ആണ്. 100 ml ബ്ലഡിനകത്ത് 180 mg വരെ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ആ ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ് ആയിട്ടും റീഅബ്സോർബ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 100 ml ബ്ലഡ് എടുക്കും, അതിനകത്ത് 200 mg ആണ് ഗ്ലൂക്കോസ് ലെവൽ എന്നുണ്ടെങ്കിൽ കിഡ്നി എക്സസ് ആയിട്ട് നിൽക്കുന്ന 20 mg ഉണ്ടല്ലോ അതിനെ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. ബാക്കിയുള്ളതിനെ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ തന്നെ വെച്ചിരിക്കുന്നത്. അതിനെയാണ് റീനൽ ത്രെഷ്ഹോൾഡ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടേം ഈസ് tubular transport maximum of glucose. It refers to the point at which increase in concentration of glucose does not result in an increase in its movement across the cell membrane. അതായത് ട്രാൻസ്പോർട്ട് മാക്സിമം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഫ്ലൂയിഡിനകത്തുള്ള ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ഇപ്പം നല്ല രീതിയിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ആ സെൽ മെംബ്രെയിനെ എടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അത് അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ളതിനെ പിന്നെ അബ്സോർബ് ചെയ്യില്ല. ഓക്കെ, ആ യൂറിനിൽ ഇപ്പം നല്ല പോലെ ഗ്ലൂക്കോസ് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ആ സെൽസിന് വലിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ റീഅബ്സോർബ് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന ഗ്ലൂക്കോസിനെ റീഅബ്സോർബ് ചെയ്യില്ല. അതിനെയാണ് ട്യൂബുലാർ ട്രാൻസ്പോർട്ട് മാക്സിമം ഓഫ് ഗ്ലൂക്കോസ്. മാക്സിമം എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസിന് അവർക്ക് ഒരു മിനിറ്റിൽ എത്ര മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും, അതിനെ ആണ് ട്യൂബുലാർ ട്രാൻസ്പോർട്ട് മാക്സിമം ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, refers to the point at which increase in concentration of glucose does not result in an increase in its movement across the cell membrane. മാക്സിമം ആ ഗ്ലൂക്കോസിനെ എത്രമാത്രം അവർക്ക് റീഅബ്സോർബ് ചെയ്യാൻ പറ്റുമോ അതിനെ ആണ് ട്രാൻസ്പോർട്ട് മാക്സിമം ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. Normal value is 375 mg per minute in adult males and 300 mg per minute in adult females. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റിൽ ഇത്ര വരെ അവർക്ക് റീഅബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ വരുന്ന യൂറിനകത്ത് സപ്പോസ് ഒരു 450 mg ആണ് ഇത് എന്താ പറയുക ഒരു മിനിറ്റിൽ, അല്ലെങ്കിൽ 450 mg ഓഫ് ഗ്ലൂക്കോസ് ആണ് ആ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിനകത്തുള്ളതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു മിനിറ്റിൽ 375 വരെ മാക്സിമം അവർക്ക് ആ സെൽസിന് റീഅബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ആ എക്സസ് വരുന്നത് എന്ത് ചെയ്യും, യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ അതാണ് റീഅബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസിനെ പറ്റി പറയാനുള്ളത്. അത് ഈ പിക്ചറിൽ ഒന്നും കൂടിയും കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. സോഡിയവും ഗ്ലൂക്കോസും കൂടി ഒരുമിച്ചാണ് സിംപോർട്ട് മെക്കാനിസത്തിൽ കൂടെ അകത്തേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ കംസ് റീഅബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ്. ഇപ്പോൾ ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ഈ യൂറിനകത്ത് ബൈകാർബണേറ്റ് അയോൺ ആയിട്ടല്ല നിൽക്കുന്നത്, അതിന് പകരം ചില കോമ്പൗണ്ട്സ് ആയിട്ടാണ്. അപ്പോൾ കൂടുതലും സോഡിയം ബൈകാർബണേറ്റ് ആയിട്ടാണ് കാണുക, Na+ ആൻഡ് HCO3- അല്ലെങ്കിൽ NaHCO3, സോഡിയം ബൈകാർബണേറ്റ് എന്നാണ് പറയാം. അപ്പോൾ ആ രൂപത്തിലായിരിക്കും എപ്പോഴും ഈ ബൈകാർബണേറ്റ് യൂറിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ സോഡിയം ബൈകാർബണേറ്റ് അവിടെ റീഅബ്സോർപ്ഷൻ സൈറ്റിലെത്തുന്ന സമയത്ത് ആദ്യം സോഡിയം, അതായത് Na+ ആൻഡ് HCO3- ആയിട്ട് സ്പ്ലിറ്റ് ആവും. അങ്ങനെ സ്പ്ലിറ്റ് ആയ ശേഷം ആ സോഡിയം എന്നിട്ട് H+നെ എക്സ്ക്രീറ്റ് ചെയ്യുമല്ലോ, ആൻറ്റിപോർട്ട് മെക്കാനിസം, അതിൽ കൂടെ ആ ട്യൂബുലാർ സെല്ലിൻ്റെ അകത്തേക്ക് പോകും. ആൻഡ് H+ എന്ത് ചെയ്യും, പുറത്തേക്ക് വരികയും ചെയ്യും. Na+ന് അകത്തേക്ക് പോകുന്ന സമയത്ത് H+ പുറത്തേക്ക് വരും. അപ്പോൾ ഈ വന്നിട്ടുള്ള H+ യൂറിനിൽ വെച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു നെഫ്രോണിൻ്റെ സ്പേസിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ Na+ അകത്തേക്ക് പോകുമ്പോൾ H+ പുറത്തേക്ക് വരും. ഈ H+ വന്നിട്ടുള്ള ബൈകാർബണേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H2CO3 കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഫോം ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്, നെഫ്രോണിൻ്റെ സ്പേസിലാണ്.
ആ ല്യൂമനിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ യൂറിനിലാണ് ഇരിക്കുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഈ PCT സെല്ലിൻ്റെ അകത്തേക്ക് കയറിയ ശേഷം ആ സെല്ലിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. അതിൽ നിന്നും H+ഉം HCO3- ഫോം ചെയ്യും. ആ HCO3- PCTയിൽ ഫോം ചെയ്തിട്ടുള്ള HCO3- പിന്നെ അതിൻ്റെ സ്ട്രക്ചേഴ്സിനുമായിട്ട് കൂടി ചേർന്നിട്ട് ബ്ലഡിലേക്ക് റീഅബ്സോർപ്ഷൻ നടത്തും. അപ്പോൾ ഇത്തരത്തിലാണ് റീഅബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ്. ബൈകാർബണേറ്റ് ഫോർമേഷൻ നമ്മൾ ഓൾറെഡി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പഠിച്ചതാണ്. ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ ബൈകാർബണേറ്റ് ആയിട്ട് യൂറിനിൽ കാണുന്നത് സോഡിയം ബൈകാർബണേറ്റ് രൂപത്തിലാണ്. അപ്പോൾ അത് റീഅബ്സോർപ്ഷൻ സൈറ്റിൽ എത്തുന്ന സമയത്ത് ആദ്യം സോഡിയം ബൈകാർബണേറ്റ് സോഡിയം അതായത് Na+ ആൻഡ് HCO3- ആയിട്ട് സ്പ്ലിറ്റ് ആവും. അതിനുശേഷം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ആവും. ആ കൺവേർട്ട് ആവുന്ന സ്റ്റെപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. കൺവേർട്ട് ആയ ശേഷം PCTയുടെ അകത്തേക്ക് സെല്ലിൻ്റെ അകത്തേക്ക് വരുന്നു. അതിനകത്തുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും അത് സ്പ്ലിറ്റായിട്ട് HCO3- ആകുന്നു. ആ HCO3- പിന്നെ ബ്ലഡിലേക്ക് റീഅബ്സോർപ്ഷൻ ചെയ്ത് പോകുന്നു. ഇതാണ് അതിൻ്റെ മെക്കാനിസം. ഓക്കെ, പിന്നെ വരുന്നത് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അപ്പോൾ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒബ്ലിഗേറ്ററി വാട്ടർ റീഅബ്സോർപ്ഷൻ ആൻഡ് ഫാക്യുൾട്ടേറ്റീവ് വാട്ടർ റീഅബ്സോർപ്ഷൻ. അപ്പോൾ ഒബ്ലിഗേറ്ററി വാട്ടർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈ PCTയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ ഉപ്പുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കില്ലേ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ഉപ്പ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ ഹൈപ്പർ ടോണിക് എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരുന്നു. അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് ഐസോട്ടോണിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെ സെയിം പ്രോസസ്സാണ് ഇവിടെയും നടക്കുന്നത്. സോഡിയം റീഅബ്സോർപ്ഷൻ നടക്കുമ്പോൾ, സോഡിയം എന്ന് പറയുന്നത് ഒരു സോൾട്ടാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വാട്ടർ റീഅബ്സോർപ്ഷനും കൂടി നടക്കുന്നതാണ് ഒബ്ലിഗേറ്ററി വാട്ടർ റീഅബ്സോർപ്ഷൻ, വിച്ച് ഇസ് ടു മെയിൻറ്റെയിൻ ദി ടോണിസിറ്റി. അതേസമയം നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഛർദി അല്ലെങ്കിൽ ലൂസ് മോഷൻ, പിന്നെ അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ വെള്ളം നഷ്ടപ്പെട്ട് യൂറിനിൽ കൂടി നല്ലപോലെ വെള്ളം പോകുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ, ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്ത് കളക്റ്റിംഗ് ട്യൂബ്യൂള് എന്താ പറയുക, ADHൻ്റെ ആക്ഷൻ കൊണ്ട് അവർ വാട്ടർ പെർമിയബിൾ ആയിട്ട് മാറും. സാധാരണ രീതിയിൽ കളക്റ്റിംഗ് ട്യൂബുകൾ ഇംപെർമിയബിൾ ടു വാട്ടറാണ്. പക്ഷേ ADHൻ്റെ ആക്ഷൻ കൊണ്ട്, ADH എന്ന് പറയുന്ന ഹോർമോൺ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ റിലീസ്ഡ് ബൈ ദി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പോൾ ആ ഹോർമോണിൻ്റെ പ്രസൻസിൽ എക്വാപോറിൻസ് എന്ന് പറയുന്ന വാട്ടർ പെർമിയബിൾ ആയിട്ടുള്ള കാരിയർ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടി വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്തുന്നതാണ് ഫാക്യുൾട്ടേറ്റീവ് വാട്ടർ റീഅബ്സോർപ്ഷൻ. ഓക്കെ, ADHൻ്റെ സഹായത്തോടു കൂടി വാട്ടർ പെർമിയബിൾ ആയിട്ടുള്ള കാരിയർ പ്രോട്ടീൻസ് കോൾഡ് എക്വാപോറിൻസ്, ആ കാരിയർ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടി കളക്റ്റിംഗ് ട്യൂബ്യൂൾ വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്തുന്നതിനെയാണ് ഫാക്യുൾട്ടേറ്റീവ് വാട്ടർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ പിക്ചറിലും കാണിക്കുന്നത്. സോഡിയത്തിനെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യുമ്പോൾ വാട്ടർ റീഅബ്സോർപ്ഷനും അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നു. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അത് ടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോഡിയം എപ്പോഴൊക്കെയാണോ സോഡിയത്തിനെ റീഅബ്സോർബ് ചെയ്യുന്നത്, ആ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ വാട്ടറിനെ റീഅബ്സോർപ്ഷൻ ചെയ്യുന്നു. അതൊന്നെങ്കിൽ ഇങ്ങനെ ഓസ്മോസിസ് വഴി ഇങ്ങനെ കയറിപ്പോവാം, അതല്ലെങ്കിൽ ഈ പാരാസെല്ലുലർ റൂട്ടിൽ കൂടെ ഡിഫ്യൂസ് ചെയ്തും കയറിപ്പോവാം. ഇതാണ് ഒബ്ലിഗേറ്ററി വാട്ടർ റീഅബ്സോർപ്ഷൻ. ആൻഡ് പിന്നെ വരുന്നത് ഫാക്യുൾട്ടേറ്റീവ് വാട്ടർ റീഅബ്സോർപ്ഷൻ. അത് എക്വാപോറിൻസ് ഇൻസേർട്ട് ചെയ്തിട്ട് ADHൻ്റെ സഹായത്തോടു കൂടി എക്വാപോറിൻസ് ഇൻസേർട്ട് ചെയ്തിട്ട് വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്തുന്നതാണ് ഫാക്യുൾട്ടേറ്റീവ് വാട്ടർ റീഅബ്സോർപ്ഷൻ. അപ്പോൾ അത്രയുമാണ് നമുക്ക് റീഅബ്സോർപ്ഷൻ പാർട്സ് പഠിക്കാനുള്ളത്. ആൻഡ് ബേസ്ഡ് ഓൺ ദി റേറ്റ് ഓഫ് റീഅബ്സോർപ്ഷൻ സൊല്യൂട്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. അപ്പോൾ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞു PCTയിലാണ് മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ സൊല്യൂട്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും റീഅബ്സോർപ്ഷൻ PCTയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ എത്രമാത്രം 1 മിനിറ്റിലോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റീഅബ്സോർബ് ആവുന്നുണ്ടോ, അത് പാർഷ്യലായിട്ട് മാത്രമേ ഉള്ളൂ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പായിട്ടുള്ള സൊല്യൂട്ട്സാണ് ഉള്ളത്. First one is high threshold substances that are completely reabsorbed back into the body. Example, glucose ആണ് കംപ്ലീറ്റ് ആയിട്ടും റീഅബ്സോർബ് ചെയ്യുന്നത്. Then low threshold substances that are partially reabsorbed back into the body. Example, urea. And non-threshold substances that are not reabsorbed but instead secreted to urine. And example ആണ്
ക്രിയാറ്റിൻ. അപ്പോൾ ഇത്രയും ആണ് ഈ റീഅബ്സോർപ്ഷൻ പാർട്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന പാർട്ടാണ് ട്യൂബുലാർ സെക്രീഷൻ. ഇപ്പോൾ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദി സബ്സ്റ്റൻസസ് ദാറ്റ് ആർ അൺവാണ്ടഡ് ഇൻ ദി ബോഡി ആർ ട്രാൻസ്പോർട്ടഡ് ഫ്രം ബ്ലഡ് ടു റീനൽ ട്യൂബ്യൂൾസ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെ തിരിച്ച് ബ്ലഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്യൂബുലാർ എക്സ്ക്രീഷൻ. അപ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ആണ് ട്യൂബുലാർ എക്സ്ക്രീഷനിൽ വരുന്നത്? The substances secreted in different segments of renal tubules are K+, which is secreted actively by Na plus K plus pump in DCT, PCT and collecting tubules. Then ammonia is secreted in the PCT. H plus ions are secreted in maximum amount in PCT and little amounts in DCT. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് പോകുന്ന മെറ്റീരിയൽസ്, K+, അമോണിയ ആൻഡ് H+. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബോഡി യൂസ് ചെയ്യാത്ത ഇപ്പോൾ ചില മരുന്നുകളുടെ ബൈ പ്രോഡക്ട്സും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. ഓക്കെ, അതൊക്കെ ഇതിൻ്റെ കൂടെ സെക്രീറ്റ് ചെയ്ത് പോകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചില ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചില കഫ് സിറപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറപ്പൊക്കെ കഴിക്കുമ്പോൾ ആ സിറപ്പിൻ്റെ സ്മെല്ല് ചില സമയത്ത് നമുക്ക് യൂറിൻ്റെ സ്മെല്ലിന് അനുഭവപ്പെടാറുണ്ട് അല്ലേ? അതിൻ്റെ റീസൺ ഇതാണ്, ആ സിറപ്പിലുണ്ടായിരുന്ന എന്തൊക്കെയോ കമ്പോണൻസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല, ആ കമ്പോണൻസ് യൂറിനിൽ കൂടെ പുറത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ആ സ്മെല്ല്, സിറപ്പിൻ്റെ സ്മെല്ല് നമുക്ക് യൂറിനിലും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ സെക്രീറ്റഡ് ത്രൂ യൂറിൻ. അപ്പോൾ ഈ പിക്ചറിൽ ഓരോന്ന് റീഅബ്സോർബ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇതിൽ ബൈകാർബണേറ്റ് അയോൺസ്, അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, ബൈകാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, വാട്ടർ, ഇതെല്ലാം റീഅബ്സോർപ്ഷനാണ്. ഓക്കെ, ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യുകയാണ്. അതേസമയം ഈ ട്യൂബ്യൂൾ പോർഷനിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നതാണ് H+ഉം NH3 ഒക്കെ. NH3 എന്ന് പറയുന്നത് അമോണിയ. പിന്നെ അതേസമയം ഡിസെൻഡിങ് ലിംബിലെത്തുമ്പോഴേക്കും വാട്ടർ ആണ് നല്ലപോലെ റീഅബ്സോർബ് ചെയ്യണത്. ലൂപ്പ് ഓഫ് ഹെൻലി എസെൻഡിങ് ലിംബൊക്കെ എത്തുമ്പോൾ സോഡിയം ക്ലോറൈഡാണ് നന്നായിട്ട് റീഅബ്സോർബ് ചെയ്യുന്നത്. ഫൈനലി DCT എത്തുന്ന സമയത്ത് അവിടെ സോഡിയം ക്ലോറൈഡ്, വാട്ടറും ബൈകാർബണേറ്റും ഒക്കെ റീഅബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇവിടുത്തെ PCT കമ്പയർ ചെയ്യുമ്പോൾ DCTയിൽ കുറവാണ്. ആൻഡ് അവിടെ കൂടുതലും H+ ആൻഡ് K+ അയോൺസിൻ്റെ സെക്രീഷൻ യൂറിനിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ പുറത്തേക്ക് പോകുന്ന ഇതിനകത്തും സോഡിയം ക്ലോറൈഡ് അത്യാവശ്യമൊക്കെ ഉണ്ടായിരിക്കും, കുറച്ചൊക്കെ ഉണ്ടായിരിക്കും. ആ സോഡിയം ക്ലോറൈഡ് യൂറിനിൽ കൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് the tubular secretion part, and this much about the complete urine formation mechanism.